കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ദേവദൂതൻ 4K റീലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിന്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് തരാമോ? ഞാനല്ല അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, പ്രൊഡ്യൂസറാണ്. ഞാനും അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇന്നാണ് അറിയുന്നത്. അതിനൊക്കെ ചെറിയ ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ളൂ എൻ്റെ കയ്യിലുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഫോണിലുള്ള വിഷ്വൽസ് ഒക്കെ കണ്ടത് ഞാൻ അത് കാണാൻ കാത്തിരിക്കുകയാണ്. ഒറ്റ കാര്യമുള്ളത്, ഞാനത് ഒരു റീ എഡിറ്റഡ് വേർഷൻ ആയിരിക്കണമെന്ന് മാത്രം പറഞ്ഞു. അന്നത്തെ പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടെ ക്രിസ്പായിട്ടുള്ളൊരു വേർഷൻ ആയിരിക്കും. ഒരുപാട് പേര് എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു 4K വേർഷൻ ഉണ്ടാവണം എന്നുള്ളത്. അതിപ്പോൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വലിയ സന്തോഷം. പാട്ടിൻ്റെ പേരിലൊരു സിനിമ വരുന്നു. ആ സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് എത്തിച്ചേരാൻ കഴിയുന്നതൊക്കെ വലിയ ഭാഗ്യങ്ങളാണ്. ആ സിനിമ തുടങ്ങിയപ്പോൾ സമയം പറഞ്ഞത് ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് അത് തുടങ്ങിയത്. കാരണം ആ പാട്ടിലുള്ള ആ വീട് മൊത്തമായിട്ട് അവർ പെയിന്റ് ചെയ്ത് പുതിയതാക്കുന്ന ഒരു സ്റ്റോറിയാണ് ആ പാട്ടിനകത്തുള്ളത്. അതുകൊണ്ട് ആ വീട്ടിലെ ഈ പഴയ ഫോമിൽ നിന്നും തന്നെ അവർ മോഡിഫൈ ചെയ്ത് പുനർനാളി മാനേജ്മെന്റ് ഒരു ടീമായിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് അല്ലെങ്കിൽ അതിനു മുമ്പ് തൊട്ട് മുമ്പ് ഞാൻ വിജയമായിട്ട് ചെയ്തത് പ്രണയവർണ്ണങ്ങളാണ്. 5 സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ് ആ സിനിമയിൽ എനിക്ക് വിജയം തന്നത്. അതേസമയത്ത് തന്നെ സിയാറിനും ആദ്യത്തെ സിയാറുമായിട്ടും സംഭവം തൊട്ട് മുമ്പ് ചെയ്ത 60 തീർക്കണം. അതിലും ഹിറ്റ് പാട്ടുകൾ മാത്രമായിരുന്നു. ഈ സിനിമയിൽ വീണ്ടും 5 സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ് എടുത്തത്. തുടർന്ന് ഞങ്ങൾ ചെയ്യുന്ന ദേവദൂതനിലും 5 വലിയ സെൻസേഷനായിട്ടുള്ള പാട്ടുകൾ. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ഒരു സിനിമയെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു ഘട്ടം എൻ്റെ കമ്പോസിംഗ് ആണ്. പ്രത്യേകിച്ചും വിദ്യയുമായിട്ട് ചെയ്യുമ്പോൾ വർഷങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലെ കമ്പോസിംഗ് റൂം എന്ന് പറയുന്നത് മെത്തയൊക്കെ വെച്ചിട്ടിങ്ങനെ വലിയ രാജീവമായിട്ട് ഞങ്ങളെല്ലാവരും പകുതി കിടന്നാണ് കമ്പോസ് ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു സെഷനാണ് കമ്പോസിംഗ് എന്ന് പറയുന്നത്. ഈ പാട്ട് എങ്ങനെയാണ് അത് ഫോം ചെയ്ത് വരുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഫിനിഷിംഗിൻ്റെ ഫസ്റ്റ് നമ്മൾ കമ്പോസ് ചെയ്ത് പ്രണയവർണ്ണങ്ങൾക്ക് വേണ്ടിയിട്ട് ആരോ നിലനിൽക്കി പറയുന്ന കമ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസത്തിൽ വലിയതായിട്ട് വരികയാണ്. കണ്ണാടി കൂടി കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഒരു 2-3 പാട്ടൊക്കെ കമ്പോസ് ചെയ്ത് വരുന്ന ഒരു അനുഭവമാണ്. അതുപോലെ ഞാൻ വിജയമായിട്ടുള്ള ഓരോ കമ്പോസിംഗ് എനിക്ക് മറക്കാത്ത ഒരുപാട് വലിയ മധുരമുള്ള ഓർമ്മകളാണ്. ദേവദൂതന്റെ കമ്പോസിംഗ് അതിന്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്നത്തെ പറഞ്ഞില്ല, മാതാപിതാക്കളിൽ മുമ്പ് യങ്സ്റ്റേഴ്സിനായിട്ടാണ് കമ്പോസ് ചെയ്തത്, അല്ല കൺസ്യൂം ചെയ്തത്. ആ സമയത്ത് അതിന്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ വിദ്യാലയം വരുത്തി നമ്മളോടിയിരുന്നു. ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ട് അതിന്റെ മ്യൂസിക്കൽ ഏരിയയിലുള്ള സജഷൻസ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടി. എന്നിട്ടാണ് അത് സെക്കൻഡ് റൈറ്റിംഗ് കഴിഞ്ഞ് പോയത്. പക്ഷെ ഫൈനൽ ഡ്രാഫ്റ്റൊന്നും നമ്മളെ മാറിക്കഴിഞ്ഞപ്പോഴും അതിന്റെ കമ്പോസിംഗിന് വേണ്ടി വിദ്യ എറണാകുളത്ത് വന്നു ഇരിക്കുകയാണ്. അന്ന് ഇന്ത്യ വരുന്ന ദിവസം ഞാൻ സിയാറിയുടെ ബോംബെയിൽ ആ ജയപ്രദ ചെയ്ത വേഷത്തിന് വേണ്ടി വേണ്ടി രേഖയാണ് നമ്മൾ സമീപിച്ചത്. അപ്പോൾ അവരെ എന്തായിരുന്നു അപ്പോയിൻമെന്റ്. ഞങ്ങൾ രാവിലെ ബോംബെക്ക് പോകാനായിട്ടുള്ള ഫ്ലൈറ്റ് 11 മണിക്കുള്ള ഫ്ലൈറ്റ്. ഇന്ത്യ രാവിലെ 9 എത്തുന്നു. വന്ന് 6 മണിക്ക് മുന്നേ കമ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു 6 മണിക്കൂറിൽ പോകുമ്പോൾ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി താഴെ വരുമ്പോൾ വിദ്യ പറഞ്ഞു ഇന്നൊരു ട്യൂൺ കേട്ടിട്ട് പോകാം. അതാണ് കലയിൽ എനിക്ക് വിളിച്ചാൽ. ആ കൂട്ടത്തിൽ പാഠം മാത്രമല്ല 4 വരികൾ കേൾക്കുമ്പോൾ എഴുതി കഴിഞ്ഞു. അത്ര വലിയ എന്താ ഇതിനകത്തെല്ലാം ഉള്ളിൽ വരുന്ന എന്താണ് അനുഗ്രഹങ്ങളാണ്. ഈ സിനിമയ്ക്കും ഇതേപോലെ അനുഭവം ചെയ്യാൻ ഷെയർ കമ്പോസിംഗ് ഇതിന് മുമ്പ് തന്നെ പാട്ടുണ്ടാകുകയാണ്. അത്ര വലിയ ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു ടീമിന് ഈ ഒരു സിനിമ ആ രീതിയിൽ വലിയൊരു അനുഭവം വൈദ്യുത സന്തോഷം നിറഞ്ഞ വിജയം നിറഞ്ഞ ഒരുപാട് വലിയ
അപ്രീസിയേഷൻ ചോദിക്കുന്നു. ഇത് സക്സസ് ആവുന്ന സിനിമയായിട്ട് മാറട്ടെ. ഇത് സിയാദിൻ്റെ പുതിയ തലമുറ നിർമ്മാതാവിൻ്റെ ഒരു വലിയ സക്സസ് ആയിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.